കഴിഞ്ഞ കൊല്ലത്തെ പൂരം ദാന്ന് പറഞ്ഞു പോയ പോലെ ഉണ്ട്. ഒരു കൊല്ലം പോയ പോക്കേ. കഴിഞ്ഞ കൊല്ലത്തും നമ്മുടെ പല ഡിസിഷൻസും പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോയേട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. നീ കണ്ടോ, കൊല്ലം നമ്മൾ പൊളിക്കും. ഇത് കഴിഞ്ഞ കൊല്ലം ജോയേട്ടൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാ. ഗ്രീനോയെ, പണ്ട് ആദത്തിന്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, ഡാദം നീ ആപ്പിള് തിന്നണ്ടട്ടാ. കർത്താവ് വിചാരിച്ചു അവൻ ആപ്പിള് തിന്നില്ലാന്ന്. ആ കർത്താവിന്റെ വരെ ജഡ്ജ്മെന്റ് തെറ്റിച്ചവരാ നമ്മള് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാര് വിചാരിച്ച പിന്നെ എന്തുട്ടടാ നടക്കാത്ത? നത്തിങ് ഈസ് ഇമ്പോസിബിള്. നമുക്കൊരു ടൈം ഉണ്ടാ. എന്നാണാവോ? ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഫുൾ പോസിറ്റീവ് എനർജിയാണ്. ഈ പറമ്പിന് ചുറ്റിനൊരു സിറ്റി. പൂരം കഴിഞ്ഞാൽ ടൗൺ മുഴുവനൊരു പൂരപ്പറമ്പ്. ലോകത്ത് വേറെ എവിടെ ഉണ്ടാ ഇങ്ങനൊരു സെറ്റപ്പ്? ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് പോസിറ്റീവാടാ. നാളെ അപ്പാപ്പന്റെ കെട്ടൊന്ന് കഴിഞ്ഞോട്ടെ. കാര്യങ്ങൾ തല കുത്തി മറിയണ നീ കണ്ടോ? മറിഞ്ഞാ മതിയായിരുന്നു. പുണ്യാളാ, എന്തോ നിന്നല്ലടാ. ഇവരിത്തപ്പെട്ടപ്പോയി കിടക്കുക. ആ എന്നിട്ടാ കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ? ഒരു ശവാടക്കിന് പോണെന്ന് പറഞ്ഞ രജിസ്റ്റർ അകത്തിടന്ന് കയറി പിടിക്കുക. ഒന്ന് വേഗമായി ചോദിട്ടാ. അമ്മാമ്മയുടെ കുഴിമാടത്തിന്ന് അപ്പാപ്പനെന്ന് വരണ്ടാ. എനിട്ടിപ്പോ മുതല് മൂപ്പര് വേറൊരു മൂടില്ല. എന്റെ ആളെവിടെ? സാധനകത്തുണ്ട്. ആ ദേ ഇരിക്കണ്. ഈ പ്രാർത്ഥന എമ്പഴേക്ക് അങ്ങനെ പോട്ടാ. ഒരു സെറ്റപ്പിൽ പിടിച്ചെടുത്തേക്ക ഞാൻ. ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറ മൂപ്പരുടെ ശവാടക്കില്. ഒന്നും വിളിക്കുന്നേ. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് അപ്പാപ്പ ഞങ്ങളുടെ വേണ്ടെന്നേ, അമ്മാമ്മയെ ഓർമ്മിക്കുന്നേ. അമ്മമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പാപ്പനിട്ട് കൊടുത്ത മാലയാ. കണ്ട സ്നേഹം. പണയം വെക്കാൻ ചോദിച്ച തരുടി നിന്റെ മാല. അല്ല, ആലിസണ്ണി പിള്ളേരൊന്നും വന്നില്ലേ പോളേട്ടാ? എന്തുകൊണ്ടാടാ ഈ കോലത്തിൽ അപ്പന്റെ രണ്ടാം കെട്ട് കാണാനാ? ഇവൻ ഒറ്റ ഇതിന്റെ പിന്നില് വെറുതെ ഇരുന്ന അപ്പനെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. നല്ല കാര്യം നടക്കാൻ പോണേന്റെ ഇടയില് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കല്ലേ പോളിയാളേപ്പാ. എന്തേ? എനിക്കൊരു നാണം. എന്തുട്ട്? ഗ്രേസിയെ കമ്പ്യൂട്ടറിലല്ലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണാൻ പോണേ. അത്ര ഉള്ളോ? അപ്പാപ്പനോട് ഇറങ്ങിയേ. ഇറങ്ങ. ആ അതന്നെ പോലത്തെ കളി വെച്ചോളോ. പിടിച്ചു വലിക്കില്ലെന്ന് കയ്യിന്ന് വിട്. ജീൻസ് ഇട്ട് ശീലമില്ലാത്തോണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. മുണ്ടെടുക്കാറുന്നല്ലോ. ഗ്രേസിക്ക് ജീൻസാ ഇഷ്ടം. എന്റെ ലുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ അല്ലേ? കംപ്ലീറ്റ് ഓക്കണ്. ഇങ്ങോട്ട് വായോ. നിക്ക് ഒരു സെക്കൻഡ്. ഹന്നാമ്മ എല്ലാം പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കണം. ഗ്രേസി എവിടെയാ? അകത്തുണ്ട്, വെയിറ്റിംഗ് ആണ്. ഓഹോ, അമ്മാമ്മയുടെ ഓർമ്മമാല ഒരു പോക്കറ്റ് എന്തിനാന്ന് മനസ്സിലായി ചേച്ചിക്ക്. ആ ഓർമ്മ കഴിഞ്ഞൂന്ന്. ഇനി ഗ്രേസി ചേച്ചിയുടെ ടൈം. ഗ്രേസി നാടകം കളിക്കാണ്ട് വന്ന് ഒപ്പിടണ്ട. ആരൊക്കെ സാക്ഷികള്? എന്താ റൈസാളെ പറയണേ? മിണ്ടണ്ടിരുന്നേ. മൂപ്പർക്ക് ഒരു ശവടക്കിന് പോണ്ടതാണ്. ഞാനും എളപ്പനും കൂടി സാക്ഷി ഒപ്പിടാം. ഇവിടെ എന്തൊരു സുഖ. ഇവിടെ ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടാ? എന്താ കുട്ടികൾ വേണോ? കുട്ടികൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാടാ. എന്റെ സ്വഭാവത്തിന് ശരിക്കും അറിയില്ല. ഒരു രണ്ടാം കെട്ടുകാരന്റെ വിഷമം എങ്കിലും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ. എവിടെ ഒപ്പിടണ്ടേ? ഇവിടെ. സോറി കേട്ടോ, മൂപ്പര് ആദ്യമായിട്ട് രണ്ടാമത് കെട്ടണേ, അതിന്റെ ടെൻഷനാ. എളുപ്പാ കേട്ടോ. ആരാ മരിച്ചേ? രജിസ്ട്രാറെ നൈബറാ. എന്ത് പറ്റിയേ? ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നേ.
ഇന്നലെ ഇതുപോലെ ഇവിടെ വന്ന് സെക്കൻഡ് മാരേജിന് ഒപ്പിട്ട് പോയ ആളാ വീട്ടിലെത്തിയില്ല, അപ്പോഴേക്കും കഴിഞ്ഞു. അയ്യോ എന്താ പാപ്പ? എനിക്കൊന്നുമില്ല, ആ ചെറ്റയോടൊന്ന് വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ പന്നി. ഒന്നുമില്ല, പെണ്ണ് കിട്ടിന്റെ അസൂയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ് ഗ്രേസി. ഒരു ഏജ് കഴിഞ്ഞ് റെഗുലർ ചെക്കപ്പ് ചെയ്യണം. എല്ലാവർക്കും അവര് ഹെൽത്തി ആയിട്ട് തോന്നും, അതാ പ്രോബ്ലം. ഓ, ഒരു നേഴ്സിനെ കെട്ടിയോണ്ടുള്ള ഗുണം കണ്ട അപ്പാപ്പ. അപ്പാപ്പന്റെ ലൈഫിലേക്ക് കേറി വന്നിട്ടുള്ള മാലാകയാണ് ഗ്രേസി അമ്മ. ദേ, ഞാൻ ഇത് ഉടക്കിട്ടോ. ആവശ്യം കിട്ടാ ഈ അപ്പാപ്പന്റെ കാര്യം. ഇനി എല്ലാരും മധുരം കഴിച്ചേ. ആഘോഷമായിട്ട് പള്ളിയിൽ വെച്ച് നടത്തുന്ന ചടങ്ങായിരുന്നു അല്ലേപ്പാ? ഓ തന്നെ എനിക്കാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്. ഉവ്വ. ആ. എന്റെ അമ്മേ, കുറച്ച് കഴിക്ക്, ഇതൊരു ചടങ്ങല്ലേ. നോക്കിയാ, ഇത് പൂരപ്രാന്തരാട്ടാ. നിങ്ങള് സൗത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ നമ്മുടെ തൃശ്ശൂർ പൂരമായിരിക്കും അല്ലേ പാപ്പാ? ഹോളികളെപ്പനെ സംഭവട്ടും പിടിച്ചിട്ടില്ലേട്ടാ. വയസ്സാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ടൈമില്ലല്ലോ. നമ്മളെന്തായാലും അപ്പാപ്പന്റെ കൂടെയാടി. അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിയെന്നും പറഞ്ഞ് തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇളപ്പന്. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പൊ വീട് ഭാഗം വെക്കണ്ടേ? എന്റെ കർത്താവേ, തൃശ്ശൂര് മാത്രം ജീവിച്ചാ പോരെ, ലോകം മുഴുവൻ കാണണമെന്ന് പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ? പിന്നല്ലാണ്ട്. നിന്നെ കെട്ടി പോലത്തെ ഒരു അബദ്ധം ഇനി ഞാൻ ചെയ്യില്ലേട്ടാ. പണി പാൽവെള്ളത്തിലാ. In the name of Jesus Christ, in the name of Lords and gods, whoever you are, it is He who commands you to leave the soul of this creature of God. ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. ആർക്കും എന്നെ ഒന്നും മാറ്റാൻ പറ്റില്ല. നിനക്ക് ഇവളെ രക്ഷിക്കാൻ കഴിയില്ല. എത്ര ശ്രമിച്ചാലും. ഏയ് ദുഷ്ടശക്തിയെ, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകും. ദൈവം നിന്നെ വിമോചിപ്പിക്കുകയാണ്. മേരി, കുശിയുടെ ശരീരത്തിൽ നിന്നും പുറത്തു പോകും. കുശിയെ വെറുതെ വിട്. മേരി, ദൈവം നിന്നെ വിമോചിപ്പിക്കുകയാണ്. Evil spirit, you are commanded. It is He who commands you to leave the soul of this creature of God, or else you will be sent to the darkness of peril. Fear Him, fear Him, fear Him.